നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ വീഡിയോസ് നമ്മുടെ സാധാരണ കോഴിമുട്ടയാണ് ആ സിംഗിളായിട്ടിരിക്കുന്നത്. അതിനോട് ചേർന്നിരിക്കുന്ന മൂന്നും നമ്മുടെ തന്നെ കോഴിയുടെ മുട്ടയാണ്. അതിൻ്റെ വലിപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇതിനകത്ത് 2 മഞ്ഞക്കരുവാണ്. ദിവസവും നമുക്ക് അങ്ങനെ 3 മുട്ട കിട്ടുന്നുണ്ട്. 2 മഞ്ഞക്കരുവുള്ള 3 മുട്ട. പിന്നെ പൊട്ടിച്ചിട്ടപ്പം കണ്ട 2 മഞ്ഞക്കരുവ്, ഒന്ന് പൊട്ടി ഒന്ന് പൊട്ടാതെ കിടക്കുന്നു. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നത് വെച്ചാൽ ചില കോഴികൾ ഓവർ തീറ്റിയെടുക്കും. ഓവർ തീറ്റിയെടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അത് കോഴികൾക്കത്ര നല്ലതല്ല. ഇത്ര വലിപ്പമുള്ള മുട്ട വരുമ്പോൾ കോഴികൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ലിറ്റർ സിസ്റ്റത്തിൽ വളർത്തുമ്പോൾ നമുക്ക് തീറ്റിക്കാര്യത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഹൈടെക് കൂടി വളർത്തുമ്പോഴാണ് നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്ത് വളർത്താൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഓക്കെ, വലിയ മുട്ടയാണ്, നല്ലതാണ് എന്നൊക്കെ ഉള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ലതല്ല, അത്ര നല്ലതല്ല. ഇപ്പം നമുക്ക് ആദ്യമൊക്കെ ഒരു കോഴി ഉള്ളായിരുന്നു. ഇപ്പം ഇങ്ങനെ 3 കോഴി കണ്ടിന്യൂ ഇങ്ങനെ മുട്ടയിടുകയാണ്. അപ്പം ഏതെങ്കിലുമൊക്കെ കോഴി കുറച്ച് തീറ്റി എടുക്കത്തുള്ളൂ. ചില കോഴികൾ കൂടുതൽ തീറ്റി എടുക്കും. കൂടുതൽ തീറ്റി എടുക്കുന്ന കോഴികളാണിങ്ങനെ. അപ്പോൾ ഇതിന് ചില ആൾക്കാർ പറയും ഇത് 2 ദിവസം കൂടുമ്പോൾ മുട്ട ഇടുന്നത്. അങ്ങനല്ല, നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ 3 മുട്ട വെച്ച് കണ്ടിന്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏതോ 3 കോഴി കണ്ടിന്യൂ ഇങ്ങനെ മുട്ട ഇടുന്നുണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ ഈ മുട്ട സെയിൽ ചെയ്യാറില്ല. ഈ മുട്ട നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ എടുക്കുകയാണ്. കാര്യം 6 മുട്ടയുടെ ഗുണമാണ് 3 മുട്ടയ്ക്ക്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കും. പിന്നെ അത് അത്യാവശ്യം വേണ്ട സുഹൃത്തുക്കളൊക്കെ കൊടുക്കും. അത് സെയിലായിട്ടല്ല, അല്ലാതെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു സൈഡ് വരുമാനം, ഈ സൈഡ് വരുമാനമായിട്ടും ചെയ്യാം, ഇത് മെയിൻ വരുമാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരവരുടെ ഐഡിയയും കാര്യങ്ങളും അനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വേറൊരു ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. സ്ഥലവും സൗകര്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് മതി. ഇതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും. നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. യാതൊരു വിധമായ ബുദ്ധിമുട്ടും വരില്ല. ഇത് നോക്കിക്കണ്ട് ചെയ്യണം. കറക്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോയാൽ കറക്റ്റ് രീതിയിൽ കൊണ്ടുപോകാം. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഫാമിംഗ് മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നാട്ടിലുള്ള മുട്ടകൾ മാക്സിമം മേടിച്ച് യൂസ് ചെയ്യുക. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, കളറടിച്ച മുട്ടയാണ്. വെള്ളമുട്ട കളർ മുക്കി വരുന്നുണ്ട്. അതുപോലെ മുട്ട കണ്ടമാനം കേടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ കോഴിക്ക് കൊടുക്കുന്ന ഫീഡും കാര്യങ്ങളുമൊക്കെ മുട്ട വലിപ്പം വെക്കാൻ വേണ്ടിയുള്ള ഫീഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയ്ക്ക് അത്രയും വലിപ്പം വരില്ല. പക്ഷേ മുട്ടയ്ക്ക് അതിനെക്കാട്ടിലും ഗുണമുള്ള മുട്ടയാണ്. വലിപ്പത്തിലല്ല കാര്യം. ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക. മുട്ടയുടെ ഗുണത്തിലാണ് കാര്യം. വിഷാംശമില്ലാത്ത നല്ല മുട്ട നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നത് അത് തന്നെ വാങ്ങി ഉപയോഗിക്കുക. ആരൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കോഴി വളർത്തുന്നുണ്ടോ അവരെ നിന്ന് മുട്ട വാങ്ങുക. മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് മാത്രമല്ല ഗുണം, വാങ്ങുന്ന നിങ്ങൾക്കും ഗുണമാണ്. കാര്യം പാണ്ടിമുട്ട മേടിച്ച് ഉപയോഗിച്ച് അസുഖങ്ങൾ പിടിപ്പിക്കാതെ മാക്സിമം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും, പച്ചക്കറി ആയാലും പഴവർഗ്ഗങ്ങളായാലും മാക്സിമം വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഇപ്പം മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വരുന്നതിന് കാണാൻ നല്ല ഭംഗി കാണും, ചിലപ്പം വലിപ്പം കാണും. ഇതൊക്കെ പിന്നിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. കടയിൽ ചെന്നിട്ട് പറയും ആ മുട്ടയെക്കാട്ടും വലിപ്പമുള്ള മുട്ടതാ, അല്ലെങ്കിൽ പറയും ആ പഴത്തെക്കാട്ടിലും നല്ല കളറുള്ള പഴന്താ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൾക്കാർക്ക് ഇതൊരു ശീലമായി മാറിയേക്കുവാണ്. ഇതറിയാവുന്ന ആൾക്കാർക്കറിയാം. നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യവാന്മാരായിട്ടിരിക്കുക, അതാണ് വേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ കോഴി വളർത്തുന്നതുകൊണ്ടല്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ മുട്ടയും കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് തീർന്നു പോകുന്നുണ്ട്. ഇനി എത്ര മുട്ട ഉണ്ടെങ്കിലും തീർന്നു പോകും. ചില ആൾക്കാർ അറിയാൻ വയ്യാത്തവർ, ആദ്യമായിട്ടൊക്കെ മുട്ട മേടിക്കുന്നവർ മുട്ട വാങ്ങുന്ന സമയത്ത് കമൻറ്റ് പറയും ഇത് ഇച്ചിരി വലിപ്പക്കുറവുണ്ട്. വലിപ്പക്കുറവ് ഇപ്പോൾ കഴിച്ചിട്ട് പറയാൻ പറയും. പിറ്റേന്ന് വീണ്ടും വിളിക്കും മുട്ടയ്ക്ക്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ അറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. അവരെ തെറ്റല്ല, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ നമ്മൾ ഈ മുട്ട കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പം വൈകിട്ടത്തെ ഞങ്ങളൊരു മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കപ്പ പുഴുങ്ങിയതും മീനും ഒക്കെ ഉണ്ട്. ആറ്റുമീൻ കിട്ടിയിരുന്നു, അതൊക്കെ കഴിക്കുക. അപ്പം നന്ദി, നമസ്കാരം. ഇത്രയുള്ള വീഡിയോ.